അത് കേസെടുക്കും. റിപ്പോർട്ട് കിട്ടിയൊക്കെ പഠിക്കട്ടെ നന്നായിട്ട്, അല്ലാണ്ട് ചാടി കയറി എടുത്തിട്ട് കാര്യമില്ലല്ലോ. വിജിലൻസ് അന്വേഷണമായിരിക്കും. ആ, ഹോം മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മിനിസ്റ്റർ പറഞ്ഞ് വിജിലൻസിലേക്ക് കൈമാറാമെന്നാണ് സൂചിപ്പിച്ചത്. ഇല്ല, അത് അവർ തമ്മിൽ തീർത്തോട്ടെ. അദ്ദേഹം, ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയെ കാണാനൊന്നും ഒരു തടസ്സം ആർക്കും ഇല്ലല്ലോ. ആർക്കും അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണി തൊട്ട് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ, അദ്ദേഹത്തിനെ കാണാൻ ഒരു തടസ്സവും ഇല്ല. ഇതുപോലെ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തള്ളി പറഞ്ഞു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പൊരു പാർട്ടിയിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണോ? അങ്ങനെയാണെങ്കിൽ BJPയുടെ കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവ് പണ്ട് ഞങ്ങളുടെ DCC ഭാരവാഹിയായിരുന്നു. CPMൻ്റെ ഏറ്റവും സീനിയർ നേതാവ് TK ഹംസ ഞങ്ങളുടെ DCC പ്രസിഡൻ്റായിരുന്നു ഒരു കാലത്ത്. പൂർവാശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ ആശ്രമത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇല്ല, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്തായാലും KSU അല്ലേ, നമ്മുടെ കുട്ടികളല്ലേ, കുഴപ്പമില്ല. അവരുടെ കോളേജിലെ നിയമനങ്ങളിൽ നോമിനിയെ നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ SNDP NSSമായിട്ടൊരു തുറന്ന പോറിലേക്ക് സർക്കാർ പോകുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ഇല്ല, ഞങ്ങൾ എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അവരുടെ ഒന്നും ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യാറില്ല. പിന്നെ വെള്ളാപ്പള്ളിനെ ഞങ്ങൾ വിമർശിക്കാൻ കാരണം അദ്ദേഹം ഒരു സമുദായത്തിനെ പേരെടുത്ത് വിമർശിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരുന്നത്. പക്ഷേ സമുദായത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ സർക്കാരോ UDF ഇടപെടില്ല. എല്ലാ അസംതൃപ്തിയും നമുക്ക് പരിഹരിക്കാനുള്ള മാർഗമുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? തീർച്ചയായും അത് നമ്മൾ കൊണ്ടുവരണ്ടേ. പൊതുമേഖലയും നന്നായി മുന്നോട്ട് പോകണ്ടേ. തീർച്ചയായിട്ടും ഒരു കൊല്ലം എടുക്കും. ഞങ്ങൾ അത് വേണമെങ്കിൽ അങ്ങനെയും കണ്ടോളൂ, കുഴപ്പമില്ല. പ്രഖ്യാപനം ഇല്ലാണ്ട് പിന്നെ വെറുതെ തമാശ പറയൂ. ശരി, അത് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഫയൽ ഒപ്പിട്ടത്. അതനുസരിച്ച് മരുന്ന് സപ്ലൈ 2 ദിവസം കൊണ്ട് തീർക്കും. ഇനി നമുക്ക് പറയാമല്ലോ, എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കണ്ട, ഇന്നും കാണണ്ടല്ലേ. ശരി, ഓക്കെ.